റാഗിയും ഏത്തപ്പഴവും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി പലഹാരമാണ് ഞാൻ തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 1 കപ്പ് റാഗിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 പഴം മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുത്തതാണിത്. ഇത് ചെറു ചൂടോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി നമുക്കിതൊന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ പൊടിയെടുക്കുന്ന കപ്പിന് അനുസരിച്ച് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ശർക്കരപ്പാനിക്ക്. ഇതിന് നമുക്കൊന്ന് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തതാണിത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. റാഗിപ്പൊടിയുടെ കൂടെ ഏത്തപ്പഴം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കുറുകിയിരിക്കുന്നത്. ഇത് വെള്ളമായി പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് എടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഏലക്ക പൊടിച്ചത്, ഇത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ്. ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ജീരകം ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ ജീരകമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുമ്പോൾ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇതൊരു നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കുറച്ച് മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞെടുത്ത കുറച്ച് പഴം ഇതിലേക്ക് ഇട്ട് അതും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് നിരത്തി കൊടുക്കണം. ഇനി ആ വറുത്തെടുത്തിട്ടുള്ളതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഹാഫ് വേവാകുമ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കണം. വേറൊരു പാനിലേക്ക് അത് ചൂടായതിന് ശേഷം അതിലേക്ക് കമഴ്ത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. അടിയൊന്നും വിട്ട് കിട്ടും. പാനിലെല്ലാം ഉണ്ടാക്കിയേ അടിയൊന്നും കരിഞ്ഞിട്ടില്ല. ഇനി ഇത് കുറച്ച് സമയം അടിയൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മുടെ അപ്പമൊക്കെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയൊരു ഫുഡാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുവേ. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
ലൈക്കും